ലത്തീഫ് എന്ന് പറയുന്ന ഒരു അല്ലാഹു തആലാന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു പേരാണല്ലോ ഈ ലത്തീഫ്. പലവരും ചെല്ലുമ്പോ ലത്തീഫ് 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 എന്ന ആവാറുണ്ട്. ലാമിന്റെ ശേഷം പുല്ലില്ലാത്ത ത്വാ ആണ്, ലത്തീഫാണ്. ചിലപ്പം സാധാരണക്കാര് ചെല്ലുമ്പോ യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് എന്നാകും, പുല്ലില്ല താഴ്. അപ്പൊ അർത്ഥം മാറിപ്പോകും. എന്നോ എനിക്കറിയില്ല, എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ യാ ലത്തീഫ് എന്നുള്ള ഇസ്മ് 16,641 വട്ടം. എത്ര? 16,641 വട്ടം ഇശാ നിസ്കാരത്തിന്റെ ശേഷം ഒളുഓട് കൂടെ ഒരേ ഇരുത്തത്തിലായി ചൊല്ലിത്തീർത്താൽ എണ്ണം കൂടാനും പാടില്ല, എണ്ണം ചുരുങ്ങാനും പാടില്ല. അങ്ങനെ ചൊല്ലിത്തീർത്താൽ പിന്നെ അവിടെ യാ ലത്തീഫ് എന്ന് 129 വട്ടം ചൊല്ലി ഒരു പ്രത്യേകമായ ദിക്ർ ചൊല്ലാൻ, ചെറിയ ഒരു ദിക്ർ, പിന്നെ 129 വട്ടം. അങ്ങനെ ഇമാം ദുമൈരി റളിയല്ലാഹു തആല അൻഹു തന്റെ കിതാബ് ഹയാത്തു ഹയവാനുൽ കുബ്ര എന്ന് പറയുന്ന കിതാബിൽ വളരെ കർക്കശമായി പറയുന്നുണ്ട്. അതിന്റെ എണ്ണം ഈ യാ ലത്തീഫ് എന്നതിന്റെ 16,641 പ്രാവശ്യം ചെല്ലുമ്പോ ഒന്ന് കൂടാനും പാടില്ല, ഒന്ന് ചുരുങ്ങാനും പാടില്ല. മനസ്സിലായോ? അങ്ങനെ കറക്റ്റായിരിക്കണം. അതിന് മഹാൻ പറഞ്ഞത് 129 മണിയുള്ള ഒരു തസ്ബീഹുമാല തയ്യാറാക്കാണ്. അത്രയും കറക്റ്റായിരിക്കണം അതിന്റെ എണ്ണം, അത്രയും കറക്റ്റായിരിക്കണം അതിന്റെ എണ്ണം. 129 മണിയുള്ള ഒരു മാല, അങ്ങനെ 129 പ്രാവശ്യം ചൊല്ലിക്കഴിക്കുക. മാഷാ അല്ലാഹ്. അതപ്പോ 129 പെരിക്കണം 129. 129 മണിയുള്ള ഒരു മാലയിൽ 129 പ്രാവശ്യം ചെല്ലിയാൽ 129 പെരിക്കണം 129 സമം 16,641. ഇങ്ങനെ ചൊല്ലിത്തീർത്താൽ അവന്റെ എന്ത് ഉദ്ദേശമാണെങ്കിലും അത് പൂർത്തിയാവുന്നതാണ്. അല്ലാഹു തആല ഇഷ്ടപ്പെട്ടത് മറ്റോന്റെ തല പോവാനുള്ള ഉദ്ദേശം എന്നല്ലല്ലോ ഇപ്പൊ നമ്മളാരും ചിന്തിക്കുക. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യം ഞാൻ കുറെ മുന്നേ നമ്മുടെ ക്ലാസ് റൂമിൽ പറഞ്ഞപ്പോ പലവരും അത് ചൊല്ലിത്തീർത്ത് കാര്യങ്ങൾ നേടിയവരുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ അന്ന് സാധുവായി എനിക്ക് കോൾ ചെയ്തു. അത് 2 ദിവസമായിട്ട് ചൊല്ലിത്തീർത്താൻ മതിയോ, 3 ദിവസമായിട്ട് ചൊല്ലിത്തീർത്താൻ മതിയോ? കാരണം യാ ലത്തീഫ് എന്നുള്ളത് അത്ര എണ്ണം ഒരേ സമയത്തായി ചൊല്ലിത്തീർക്കണമെങ്കിൽ മിനിമം ഒരു 2.5-3 മണിക്കൂർ സമയം പിടിക്കും. നമുക്കൊന്നിപ്പോ അങ്ങനെ ഒരു സമയം അത് ഇരിക്കാൻ വയ്യല്ലേ. ആർക്കാപ്പോ ഒരു 2.5-3 മണിക്കൂറൊക്കെ ഒരു ദിക്ർ ചൊല്ലാൻ വേണ്ടി ഒരേ ഇരുത്തം ഇരിക്കാൻ സാധിക്കുക? ചിലപ്പോ നമ്മുടെ കാല് വേദനയാവും, ചിലപ്പം ഉറക്കം വരും. ഇങ്ങനൊക്കെ നമുക്ക് സംഭവിക്കല്ലോ. അതുകൊണ്ടാണല്ലോ മഹാന്മാർ ചില നിബന്ധനകൾ വെച്ചാൽ ആ നിബന്ധന പാലിക്കണം. ഇപ്പൊ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ കതിർ ഉയരുന്നത് വരെ. അപ്പൊ സൂര്യൻ ഉദിച്ചതിനു ശേഷം വീണ്ടും ഒരു 20 മിനിറ്റ് കൂടി അതേ ഇരുത്തം ഇരുന്ന് ദിക്ർ, സലാത്തിൽ, ദുആയിലൊക്കെയും ആകുക. അത് ചില വളായിഫുകളാണ്, ചില അമലുകൾ. അങ്ങനെ ഇബാദത്ത് ചെയ്യൽ
വളരെ മഹത്വമുള്ളതാ. അപ്പൊ അവിടെ മഹാന്മാർ പറയുന്നുണ്ട്, ഒരാൾക്ക് അതേ ഇരുത്തം ഇരുന്നാൽ ഉറക്കം വരും. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഓന് സൂര്യൻ ഉദിക്കുന്നത് വരെ അങ്ങനെ ഇരിക്കുമ്പോ കിബിലക്ക് മുന്നിട്ട് അതേ ഇരുത്തം ഇരിക്കുമ്പോ അവനിക്ക് സ്വാഭാവികമായും ഉറക്കം വരികയാണെങ്കിൽ എന്താ ചെയ്യാന്നൊരു ചോദ്യം ഉണ്ടാവും. ഓനങ്ങനെ ഇരിക്കാമോ ചെയ്യാതെ, പക്ഷെ ഇരിക്കും. ചെലോലാണ്ട് ഉറക്കും, ഉറങ്ങിപ്പോകും. അപ്പൊ അവിടെ മഹാന്മാര് പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്കുക, കിബിലയെ തൊട്ട് തെറ്റാതെ എഴുന്നേറ്റ് നിൽക്കുക. ഉറക്കം വരുമെങ്കിൽ എഴുന്നേറ്റ് നിന്നാലും ഉറക്കം വരും. അങ്ങനെ എന്താവും ചെലോല്, അതേ ഇരുത്തം ഇരിക്കുമ്പോ ഉറക്കം വരും. അപ്പൊ ഉറക്കം പോകാൻ വേണ്ടി കിബിലയെ തൊട്ട് തെറ്റാത്ത രൂപത്തിൽ എഴുന്നേറ്റ് നിൽക്കുക. അങ്ങനെ എഴുന്നേറ്റ് നിന്നാലും ഉറക്കം വരും നിൽക്കുക. എന്നാൽ കിബിലയെ തൊട്ട് തെറ്റാതെ കിബിലയുടെ ഭാഗത്തേക്കൊന്നത് നടക്കുക. അപ്പൊ അതിന് ചില ദിക്റുകളും ഔറാദുകളൊക്കെ ചെല്ലുമ്പോ ഒരു നിബന്ധന ഉണ്ടാവും. ഇരിക്കത്തിന്റെ വിഷയം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അതൊന്നുമല്ല. അങ്ങനെ ഞാനത് പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ അന്ന് വിളിച്ചു. എന്തേ കാരണം? പലവർക്കും ഭൗതികമായി 100 കണക്കിന് വിഷയങ്ങളുണ്ട്. വിസ ശരിയാവാത്ത പ്രശ്നം, അറബി ശമ്പളം തരാത്ത വിഷയം, അറബി ശമ്പളം കൂട്ടിത്തരാത്ത വിഷയം, മക്കളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ട വിഷയം, വീട് പണി പൂർത്തിയാവാത്ത വിഷയം, അഞ്ജന ഗൾഫിലേക്ക് കൊണ്ടുവരേണ്ട വിഷയം, മക്കളെ ഗൾഫിലേക്ക് കൊണ്ടുവരേണ്ട വിഷയം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാം. എന്നാ പിന്നെ 16,641 പ്രാവശ്യം അബുറയ്യ ഉസ്താദ് പറഞ്ഞ മാതിരി യാ ലത്തീഫ് അത് ചൊല്ലി തീർക്കാം. വേണ്ടാനല്ലപ്പ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞമ്മക്ക് എന്ത് വിഷയത്തിലും നമ്മുടെ ഭൗതികം തന്നെയാണ് മുൻപന്തിയിൽ. അതുകൊണ്ടാണ് സലാത്തുൽ ഹാജത്ത് പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ അന്വേഷിച്ചു. അങ്ങനെയാണെങ്കിൽ നിക്കൊരുപാട് ആവശ്യങ്ങൾ ചെയ്തോലി, ആത്മാർത്ഥമായി ഇങ്ങനെ അത് ചെയ്തോലി, ആ കാര്യം അത് നടക്കും. നമുക്ക് ആത്മാർത്ഥത ഉണ്ടോ, സംഗതി നടക്കാതിരിക്കില്ല. പക്ഷെ നമുക്ക് ആത്മാർത്ഥതയാണ് ഏത് വിഷയത്തിലും വേണ്ടത്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ സാധാരണക്കാരാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ ഭൗതികമായ വിഷയങ്ങൾക്കാണ് കൂടുതൽ താല്പര്യം വരുന്നത്. പോരാനാണിപ്പോ ഞാൻ പറഞ്ഞത്. സലാത്തുൽ ഹാജത്ത് നിസ്കരിച്ച് നമ്മുടെ ഭൗതികമായ പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ താല്പര്യമുള്ളതുപോലെ എന്ത് വേണം? പടച്ചവനെ, എനിക്ക് ഇബാദത്തിലൊരു താല്പര്യമില്ല, എനിക്ക് നല്ല സദസ്സിൽ ഇരിക്കാൻ ഒരു താല്പര്യം തോന്നുന്നില്ല, എനിക്ക് നല്ലത് കേൾക്കാൻ താല്പര്യം തോന്നുന്നില്ല, എപ്പോഴും എനിക്ക് ഭൗതികമായ ചിന്തകളാണ് എന്ന് അതൊരു ഒഴിവായി എനിക്കെപ്പോഴും ഒരു ആത്മീയമായ ചിന്ത ലഭിക്കണം. എനിക്ക് സ്വലാത്ത് ചെല്ലാൻ തോന്നണം, എനിക്ക് വിക്റ് ചെല്ലാൻ തോന്നണം എന്നുള്ള ആവശ്യം നിറവേറ്റിയെടുക്കാൻ ആത്മീയമായ വിഷയത്തിൽ എനിക്ക് പ്രത്യേകമായ താല്പര്യമുണ്ടാവാൻ ഞാൻ ഒരു 2 റക്അത്ത് സലാത്തുൽ ഹാജത്ത് നിസ്കരിക്കട്ടെ. ഒന്നുമില്ല, നോക്കിങ്ങൾ, എനിക്കെന്റെ ഹബീബിന്റെ മുഖം ഒന്ന് കാണണം, എന്റെ ഹബീബിന്റെ മദീനയിലെത്തണം, എനിക്ക് ഹജ്ജ് ചെയ്യണം, എനിക്ക് ഉംറ ചെയ്യണം, എന്റെ മക്കൾ സ്വാലിഹീങ്ങളാവണം, എന്റെ കുടുംബം ഖൈറിന്റെ അഹ്ലികാരാവണം എന്നുകൂടി നമ്മുടെ കൽബിൽ വരണം. അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. ഞാനൊരു അനുഭവം ഞങ്ങൾ ആരും വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ലോ. എന്താ ഉസ്താദ്, ഞങ്ങൾ സലാത്തുൽ ഹാജത്ത് നിസ്കരിച്ചതിന് വേണ്ടാനല്ല, പക്ഷേ ഒളൂഇന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തും സലാത്തുൽ അവ്വാബീൻ എന്ന സുന്നത്തൊക്കെയും പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരു അന്വേഷണം വന്നത് സലാത്തുൽ ഹാജത്തിനെ കുറിച്ചാണ്. കാരണം നമുക്ക് ഭൗതികമായ പല വിഷമങ്ങളുണ്ട്. എന്നാ പിന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചൊന്ന് ദ്വാരന്ന് ആ ഭൗതികമായ വിഷയങ്ങളൊന്ന് നേടിയെടുക്കാം. അൽഹംദുലില്ലാഹ്, വിരോധമൊന്നുമില്ല. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ, ദുന്യവീയത്തൻ കാനത്ത് ഔഹ്റവീയത്തൻ, ഭൗതികമായ ആവശ്യമാവട്ടെ പാരത്രികമായ ആവശ്യമാവട്ടെ ആ കാര്യം അവനിക്ക് നേടിയെടുക്കാൻ പറ്റും. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും
ഭൗതികമാണെങ്കിലും ആത്മീയമാണെങ്കിലും ആത്മീയമായ നിലക്ക് കാര്യങ്ങൾ ഒക്കെ നേടിയെടുക്കുക ദുആന്ന്. മൗലിദോതി, സ്വലാത്ത് ചൊല്ലി, ദിക്റ് ചൊല്ലി, യാ ലത്തീഫ് എന്നുള്ള ദിക്റ് ചൊല്ലി, അങ്ങനെ നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ദ്വാരിക്കുമ്പോ ആത്മീയമായ കാര്യങ്ങൾ ചെയ്ത് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ദ്വാരിക്കുമ്പോ അതും ഒരു ആത്മീയതയാണല്ലോ. അല്ലാഹു തആല എല്ലാവർക്കും ബറക്കത്ത് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ്